ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുഖം എല്ലാവർക്കും, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാൻ വിചാരിച്ചു. ഇവിടെ ഏട്ടൻ്റെ വീട്ടിലും എൻ്റെ വീട്ടിലും അങ്ങനെയൊക്കെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇന്നും കൂടിയേ ഉള്ളൂ വീട്ടിൽ. ഒരു ലോങ് ലീവ് എന്ന് പറഞ്ഞാൽ ഒരു 3-4 ദിവസത്തെ ഇതിന് വന്നേ കേട്ടോ. അപ്പം അത് കഴിയാനായി. ഇത്ര പെട്ടെന്ന് തീർന്ന് നാളെ രാവിലെ വെളുപ്പിന് ഇടന്ന് പോവും. അപ്പം ജസ്റ്റ് പുതിയ വണ്ടിയെല്ലാം എടുത്തിട്ട് ഒന്ന് പുറത്തിറങ്ങി ഒരു റൈഡിനൊക്കെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇന്ന് ഫുൾ ഫ്രീ ആണ്. വൈകുന്നേരം ഒരു കല്യാണ പാർട്ടിയെല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും ഇന്ന് വൈകുന്നേരം വരെ ഒരു 6 മണി വരെ ഫ്രീ ആയതുകൊണ്ട് വീട്ടിലെ കുറേ സമയം രാവിലെ എല്ലാം സ്പെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ പുറത്തിറങ്ങിയിട്ടുള്ളത്. അപ്പം ഇതാ പോകുന്ന വഴിയൊക്കെ കാണിച്ചു തരാട്ടോ. ആകെയാണ് ഇത് ഇവിടെ നിന്ന് വണ്ടി ഓടിക്കുന്നുണ്ട്. അതെ, അപ്പം കുറച്ച് റോഡ് ഇത്രയും ഇതായതുകൊണ്ടുള്ള ചെറിയ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. വേറെ ഒരു കുഴപ്പമില്ല. ഓക്കെ ആണ്. അതിന്റെ ഒരു ചെറിയ പ്രശ്നം മാത്രം. അതുകൊണ്ട് നമ്മുടെ 2-3 വട്ടം ഓടിക്കുമ്പോഴത്തേക്ക് സെറ്റ് ആവുമല്ലോ. നോക്കണേ, വരാൻ സ്ഥലം ഉണ്ടാവുമോ? ഈ സൈഡ് നമുക്ക് തീരെ കാണുന്നു. നമ്മള് വൈശാഖന്ന് കുറച്ച് ബേക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇതാ പോവാ കേട്ടോ. ഇന്ന് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ക്ലൈമറ്റ് തന്നെ, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ചൂടുണ്ട്. ഇതാ റോഡൊക്കെ ഭയങ്കര മോശമായിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നന്നായി വരുമ്പോഴത്തേക്ക് അടിപൊളിയായിരിക്കും. പക്ഷെ ഇപ്പത്തെ അവസ്ഥ മഴയും കൂടെ പെയ്ത ഭയങ്കര അവസ്ഥയാണ്. ഇതാ ഇവിടെ മുതലേ ഇപ്പൊ ഡൈവേർഷൻ വന്നു. പണ്ട് അവിടെ നിന്നായിരുന്നല്ലേ, ഇപ്പൊ ഇവിടെ മുതലേ ഡൈവേർഷനൊക്കെ വന്നു. എങ്ങനെയുണ്ടാക്കിയിട്ട വണ്ടി? അടിപൊളിയുണ്ട് അല്ലേ? അത് ശരിയാ. പക്ഷെ ഇപ്പൊ നമുക്ക് നല്ല റോഡും കൂടി അടിപൊളിയായിട്ടുണ്ടെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റുവേ. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് നമുക്ക് കുറച്ച് നോക്കിയും കണ്ടും പിടിച്ചിട്ടൊക്കെ പോകേണ്ടത്. വൺ വേയും ആണ്, സ്ഥലവും ഇല്ല. അതെ, അതാ പറഞ്ഞ സർവീസ് റോഡാന്ന്. റോഡ് അടിപൊളിയായിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഈ വലിയ റൂട്ടിലോട്ടൊക്കെ പോകാൻ പറ്റും. മഴ പെയ്താലേ പ്രശ്നമുള്ളൂ, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലപ്പാ. എന്താ കുഞ്ഞി റോഡാണ് കേട്ടോ. നമ്മള് ബൈക്ക് എടുത്തിട്ട് പോകുന്ന സ്ഥിരം വഴികളാ നമ്മള്. അഗേട്ടന്റെ വീടെത്താനായപ്പാ അല്ലേ ഗേട്ടാ? അഗേട്ടന്റെ വീടെത്താനായി. അഗേട്ടന്റെ കാടും പടലും വീടും ഇതൊക്കെ നമ്മളെടുത്ത് നിന്നല്ല. ഇതിപ്പം വയലെല്ലാം പോയോണ്ട് ഇങ്ങോട്ടെത്തുമ്പോ എപ്പോഴും ഓർമ്മയാണ് ഇതെല്ലാം അല്ലേ? ഇങ്ങനെ തന്നെയല്ലേ പണ്ടേ? ആ, പക്ഷെ എന്നാലും അത്ര വലിയ വീടൊന്നും വന്നിട്ടില്ലല്ലോ. അങ്ങനെ ഒരു നല്ല മഴ പെയ്തിട്ട് പോയല്ലേ ഏട്ടാ? അടിപൊളി മഴ. പക്ഷെ നമ്മള് വീട്ടിന്റെ ഉള്ളിലായോണ്ട് പുറമേ നിന്ന് ഇങ്ങനെ ആസ്വദിച്ചു. നല്ല രസമാണ്. നല്ല ഇടിയും മഴയൊക്കെ പെയ്തത്, അതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇനി അമ്മേന്റെ ഏച്ചിന്റെ വീട്ടിൽ അന്ന് എറണാകുളത്ത് വന്നിട്ടില്ല, ആ വല്യമ്മേന്റെ വീട്ടിലും കൂടെ കയറിയിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. നമ്മളിത് അങ്ങനെ വെള്ളിക്കീൽ പാർക്കിലെത്തിയിട്ടായിട്ടുള്ളത്. എത്ര കാലമല്ലേ ഇങ്ങോട്ട് വന്നിട്ട്? കൊറേ. കല്യാണത്തിന് മുന്നേ അയ്യേട്ടൻ എന്നെ ഇടയിലും കൊണ്ടിരുത്തണ്ടപ്പാ അല്ലേ? നമ്മുടെ ഇടയിലും വരുത്തണ്ട. ആകെ കുറച്ച് സമാധാനവും നല്ല അടിപൊളി അന്തരീക്ഷമുള്ള പാർക്കായതുകൊണ്ട് നമ്മളിവിടെ ഇങ്ങനെ അടിപൊളിയായിട്ട് നല്ല വൈബ് ആസ്വദിക്കാൻ വരുമായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട്. മഴ പെയ്യുമ്പോൾ വേറെ തന്നെ ഒരു ഫീലാണ്. ആ മഴക്ക് നമ്മള് കൊടയൊന്നും എടുത്തിട്ടില്ല, വണ്ടിയിലായിപ്പോയി. അല്ലെങ്കിൽ ഇതിപ്പോ ചെറുങ്ങനെ പാറുന്നുണ്ട് കേട്ടോ മഴ. നേരത്തെ അത്രയില്ല. ഇടയിൽ മഴക്കാലം വരുമ്പോ അങ്ങനെ ആരും വന്നിരിക്കലോ പിടിക്കലോ ഒന്നും ഉണ്ടാവൂല. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ വൈകുന്നേരം ആവുമ്പോ നല്ല രസാണ് അല്ലേ? ഇതെല്ലാം ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. ആ ഒരു പറ്റിപ്പോയതാണ്. നമുക്ക് ഇവിടെ ഇങ്ങോട്ട് ഹൗസ് ബോട്ടിന്റെ ഇതെല്ലാം ഇല്ല അല്ലേ? അതറിയാം. അപ്പൊ നമ്മളൊരു വട്ടം അങ്ങോട്ട് പോയിട്ടുണ്ട് ഹൗസ് ബോട്ടിന്റെ അവിടെ. ഇതാ ഇങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഹൗസ് ബോട്ട്. അത് ഇവിടെ ഉണ്ടല്ലോ. ആ, അവിടെ ഉണ്ട്.
വണ്ടിയിലെല്ലായിടത്തും ബാക്കിൽ ക്യാമറ ഉള്ളതുകൊണ്ട് ഭയങ്കര യൂസ്ഫുള്ളായി. എല്ലാം നമുക്ക് ഭയങ്കര വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. എന്താ രസല്ലേ ഫോട്ടോഷൂട്ട് ചെമ്മീൻ കണ്ടിയാ ഈ സംഭവം കണ്ടില്ലേ? ഇപ്പം നല്ലോണം മഴ നിന്നോണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഈ റോട്ടിലൊക്കെ നമുക്ക് ഇങ്ങനെ നടക്ക് കയറി വന്ന് നിൽക്കാൻ പറ്റും. കാരണം വണ്ടിയൊക്കെ വളരെ കുറവാണ്. നല്ല സ്മൂത്ത് റോഡുമാണ്. നമ്മൾ പുതിയ വണ്ടി ആദ്യമായിട്ടായതുകൊണ്ട് നല്ലൊരു രസമുണ്ടായിരുന്നു കേട്ടോ ഈ മഴയത്ത് ഇങ്ങനെ ഓടിച്ച് പോകാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നേരെ വല്യമ്മേൻ്റെ വീട്ടിൽ പോവാം. ഇങ്ങോട്ടേക്കാ വേണ്ടത്. അതായത് ഇല്ല ഇല്ല ഒരു മഴ പെയ്തപ്പോ ഇതാ നല്ല ചളിയായി കേട്ടോ. റോഡിലോ ആടി ഈടി എല്ലായിടത്തും നല്ല ചളിയായി. പിന്നെ നമ്മളെ കീച്ചേരിയിലെ പാലൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഈ സൈഡില് ഫുള്ള് മണ്ണിട്ടിട്ട് എന്തോരം മണ്ണ് അല്ലേ. എല്ലാം നിരപ്പാക്കുന്നുണ്ട്. ഇങ്ങനെ അങ്ങ് വരെ പിന്നെ സർവീസ് റോഡിന്റെ മതില് പൊന്തി പൊന്തി വന്നിട്ടുണ്ട്. ഈ ഡിവൈഡർ എടുത്തു ഇത് മാറ്റൂലേ അവര്? ആ മതിലുണ്ടല്ലോ ഓൾറെഡി. ഓ കാണുമ്പോ നോക്ക് ഒന്നും അറിയുന്നില്ല അപ്പുറത്ത്. പണ്ടിത് എറണാകുളത്തല്ലേ ഇങ്ങനെ തുടങ്ങി അങ്ങോട്ട് തുടങ്ങി പിന്നെ ഇവിടെ എത്തിയല്ലോ അല്ലേ. ഇനി 2 കൊല്ലത്തിനുള്ളിൽ ആകെ മതി. ഇങ്ങനെ ആവുമ്പോ നമ്മുടെ സ്ഥലം തീരെ മനസ്സിലാവാത്തത് അല്ലേ. ബസ്സിനെല്ലാം വരുമ്പോ ഇത് എവിടെയാണ് സ്പോട്ട് തിരിയുന്നില്ല. അപ്പുറവും ഒന്നും നമ്മൾ കാണുന്നില്ല, ഇപ്പുറത്തും ഒന്നും കാണുന്നില്ല. കൊറേ കാലം കഴിഞ്ഞിട്ട് വരുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളങ്ങനെ ഇതാ വേളാവൂരെത്തി. ഓരോ സ്ഥലത്തെത്തുമ്പോ ഇങ്ങനെ ഡിവൈഡറും ഡിവിഷനായിട്ട് ഇങ്ങനെ ഉണ്ടാവും. നമ്മളെ പഞ്ചായത്ത് പിന്നെ തായിലോട്ടായതുകൊണ്ട് വലിയ മാറ്റങ്ങളൊന്നും പഞ്ചായത്ത് നടന്നിട്ടില്ല. നമ്മളെ പഞ്ചായത്ത് ഇതാ ഇങ്ങനെയാട്ടോ ഉള്ളത്.
അതിലോട്ട് ഇങ്ങനെ ആയിട്ടുണ്ട് ഇപ്രാവശ്യം. നമ്മൾ അവിടെ കീച്ചേരിയിലെല്ലാം കണ്ടിട്ടില്ലേ, ഇനി അതുപോലെ ഇങ്ങനെ വരും. ഏട്ടൻ്റെ അടുത്ത് പോയിട്ട് വരുമ്പോൾ ലേശ കരിമീൻ കിട്ടിയിരുന്നു കേട്ടോ. വിചാരിച്ചു എന്നാൽ മുറിച്ച് വെക്കാം, വൈകുന്നേരത്തേക്ക് പൊന്നും ആക്കുമല്ലോ, ഞാൻ മുറിച്ച് വെക്കാമെന്ന് വിചാരിച്ച്. നല്ല അടിപൊളി കരിമീനാന്ന്, പുഴയിൽ പോയി പിടിച്ച കേട്ടോ. ഞാൻ വേഗം മുറിച്ചെടുക്കട്ടെ. അപ്പം നമ്മൾ കരിമീൻ വൃത്തിയായിക്കൊണ്ടിരിക്കുക കേട്ടോ. കരിമീൻ്റെ സൈഡും വാലും ഒക്കെ കളയുന്നുണ്ട്, കുറച്ച് എളുപ്പത്തിന് വേണ്ടി, പിടിക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന്, അല്ലെങ്കിൽ മുള്ള് തറിക്കുന്നു. അപ്പോൾ ചെതമ്പൽ എപ്പോഴും കരിമീൻ്റെ ഇങ്ങനെ ചെത്തിയെടുക്കണം, തൊലി വരൂല കേട്ടോ. കരിമീൻ്റെ തൊലി വരേയില്ല, ചെതമ്പൽ മാത്രം ചെത്തിയെടുത്താൽ മതി. കൂടുതൽ കണ്ണൂറുകാർക്ക് അത് അറിയില്ല കേട്ടോ, അതുകൊണ്ട് പറയുന്നതാണ്. നമ്മളെ താഴത്തോട്ടെല്ലാം നമുക്ക് അത് അത്രക്ക് അറിയില്ല. മിക്കപ്പോഴും ഇങ്ങനെ ഉച്ചൂളി പോലെ എന്താ ഇങ്ങനെ അതിൻ്റെ മുകളിൽ ചൂളി മാത്രം ഇങ്ങനെ എടുത്ത് കളയലും. ഒരു കറുത്തൊരു പാടയുണ്ട് കരിമീൻ്റെ, അത് അവിടെ വെക്കും. അപ്പം മീനിനൊരു ഉളുമ്പ് ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്, പുഴ മത്സ്യമല്ലല്ലേ, അപ്പം ഉളുമ്പ് ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. പിന്നെ ഒരു എളുപ്പപ്പളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെത്തിയെടുക്കാൻ പറ്റാത്തവർക്ക് ഒരു 5 മിനിറ്റ്, അതായത് നമ്മൾ ചുളി ഇങ്ങനെ കളഞ്ഞ ശേഷം, ചെതമ്പൽ ഇങ്ങനെ കളഞ്ഞ ശേഷം ഒരു 5 മിനിറ്റ് നമ്മൾ വാളംപുളി വെള്ളത്തിൽ ഒന്ന് മുക്കി വെച്ചാൽ മതി. കുടംപുളിയല്ല, വാളംപുളി. അതിൽ ഒരു 5 മിനിറ്റ് മുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ കറുത്ത ആ ഒരു പാട പോകും കേട്ടോ. കത്തീനെ കൊണ്ട് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ഈസിയാണ് നമുക്ക് കരിമീൻ്റെ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് കരിമീൻ അങ്ങനെ കളയാം. ലാസ്റ്റ് വൃത്തിയാക്കിയിട്ട് തേച്ച് ഫ്രിഡ്ജിലൊക്കെ വെച്ചു കേട്ടോ. പിന്നെ നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് തന്നെ ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഒന്ന് ഫുഡ് പുറത്തുനിന്ന് കഴിക്കുക, പിന്നെ കണ്ണൂർ പോകാനുണ്ട്, അതെല്ലാം കൂടെ ആയിട്ട് ഇന്നെല്ലാം പുറത്തുനിന്ന് കേട്ടോ. അപ്പം നമ്മളെല്ലാവരും ആദ്യമായിട്ടാണ് ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് പോകുന്നത്, അല്ലെങ്കിൽ ഞാനും വൈകിട്ടണം ബൈക്കിനായിരിക്കും, ഇവർ കാരണം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ വലിയ കാറ് വാങ്ങിച്ച ശേഷം അടിപൊളിയായിട്ട് എല്ലാവർക്കും പോകാൻ പറ്റും കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ കരാമയിലെത്തി, ചുങ്കത്തന്നെയുള്ള ഞാൻ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് കണ്ണൂരേക്ക് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാ ഞാൻ നിച്ചുവെല്ലാം, ഞാൻ സാരി കേട്ടോ എടുത്തത്, അമ്മേൻ്റെ ഒരു സാരിയാണ് പഴയത്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഗാർഡൻ സാരീസ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അതങ്ങനെ ഒന്നെടുത്തതായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും സെറ്റായിട്ട് ഇരുന്ന്, നിച്ചുവിന് കുഞ്ഞ് ചെയർ തന്നെ കിട്ടിയതുകൊണ്ട് നിച്ചുവിന് ഭയങ്കര കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റി. അമ്മയും അച്ഛനും ഊണാട്ടോ പറഞ്ഞത്, അവർക്ക് എപ്പോഴും ഊണ് സ്പെഷ്യലാണ്. അത്യാവശ്യം കുറേ കറികളൊക്കെ ഉണ്ടായിരുന്നു, ചോറും പപ്പടമൊക്കെ ഉണ്ടായിരുന്നു. നല്ല സ്പെഷ്യൽ ഊണ്, നല്ല ടേസ്റ്റുള്ള ഊണ് എന്ന് പറഞ്ഞു കേട്ടോ. ഇത് കോവക്ക, സാമ്പാർ, പപ്പടം. അങ്ങനെ നമ്മൾ പറഞ്ഞത് ബിരിയാണി കേട്ടോ. എല്ലാവർക്കും കൂടെ ഒരു ഡിഷ് പറയാമെന്ന് വിചാരിച്ചു, കാരണം ഇനി വേറെ വേറെ പറഞ്ഞാൽ ലേറ്റ് ആവുമല്ലോ കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എല്ലാവരും ബിരിയാണി കേട്ടോ പറഞ്ഞത്. പക്ഷേ ഈ പ്രാവശ്യത്തെ ബിരിയാണി ഭയങ്കര ഫ്ലോപ്പായിരുന്നു. കരാമയിലത് ഭയങ്കര മസാലയായിരുന്നു. അപ്പോൾ റൈസും മസാലയും ഈക്വലായിട്ട് ഉണ്ടാകുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് ഒരുപാട് മസാല ആകുമ്പോൾ ചില സമയത്ത് ഇപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് കണ്ണൂരേക്ക് എത്തി കേട്ടോ. കണ്ണൂർ നിച്ചുവിന് മെയിനായിട്ട് വന്നത് നിച്ചുവിന് സാധനം വാങ്ങാനായിട്ടോ. നിച്ചുവിന് സൈക്കിൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് വന്നത്. നമ്മൾ സ്റ്റേഡിയത്താട്ടോ വന്നത്. അങ്ങനെ ഒരു സൈക്കിൾ കേട്ടോ, നമ്മൾ സ്റ്റേഡിയത്തിൽ തന്നെയുള്ള കിഡ്സിൻ്റെ കുറേ സാധനങ്ങളുള്ള, എന്താ പറയുക, എന്തൊക്കെയോ സാധനങ്ങളുള്ള ഒരു കടയിലെത്തി കേട്ടോ. നല്ല രസമുണ്ട്. കാറ്, വലിയ കാറ്, സ്കൂട്ടി ഉണ്ടായിരുന്നു, ബൈക്ക് ഉണ്ടായിരുന്നു, പിന്നെ സൈക്കിൾ ഉണ്ടായിരുന്നു, കുറേ ഉണ്ടായിരുന്നു. അപ്പം നിച്ചുവിന് ആദ്യം ഈ വലുതെല്ലാം കയറാനൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ 2 വട്ടം കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചപ്പോഴത്തേക്ക് ഇഷ്ടമായി കേട്ടോ. പക്ഷെ അവൾക്ക് ആ വലിയ കാറിനെയും കാട്ടിയും കുഞ്ഞു സാധനങ്ങൾ അവർ പറയുന്നത്. അവർക്ക് അതാണല്ലോ ശീലം കൂടുതൽ, കുഞ്ഞു സാധനത്തിൽ ഇരുന്നിട്ട്. അപ്പോൾ അതായിരുന്നു വേണമെന്നൊക്കെ പറയുന്നത്. പക്ഷേ വലിയ കുട്ടിയാകുമ്പോൾ വലിയ സൈക്കിളെല്ലാം വാങ്ങണ്ടേ. അപ്പം അങ്ങനെ നമ്മൾ വലിയ സൈക്കിളാണ് വാങ്ങിയത് കേട്ടോ. ഈ കാണുന്നതാണ് വാങ്ങിയത്. ഇതാകുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ബാക്കിൽ 2 കുഞ്ഞു ടയർ ഊരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് അതാ അമ്മക്കും അച്ഛനും പൊന്നുവിൻ്റെയും അർജുൻ്റെയും വക വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. നമ്മളിവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് തന്നെ എടുത്തിട്ടാണ് കേട്ടോ അങ്ങോട്ടേക്ക് വന്നത്. ഷീമാട്ടിൽ നിന്ന് എടുക്കുക ചെയ്തത്. അവർ എടുക്കാത്തതുകൊണ്ട് നമ്മളെല്ലാവരും എന്തായിട്ട് കണ്ണൂർ പോയപ്പോഴത്തേക്ക് അങ്ങനെ വാങ്ങിച്ചെടുത്തേ. നമ്മളെല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. കലിമേന്നാണ് നോക്കുന്നത്.
അച്ഛന് മംഗല്യേന്ന് ഓൾറെഡി ഷർട്ട് എടുത്തു. അമ്മക്ക് കലിമേന്ന് നൈറ്റി എടുക്കാൻ വന്നിട്ടാട്ടോ ഉള്ളത്. കുറേ നൈറ്റീസിൻ്റെ ഭയങ്കര കളക്ഷൻസ് ഉണ്ട്, പക്ഷേ കുറേ സമയം വേണം. ഏത് ഇഷ്ടപ്പെടുന്ന ഭയങ്കര കൺഫ്യൂഷനായിരിക്കും കേട്ടോ. ആ ഒരു തരത്തിലാണ് ഇവിടെ നൈറ്റി ഉള്ളത്. നമുക്ക് ഏതെടുത്താലും മതിയാവില്ല. ഒന്ന് കാണുമ്പോൾ ഒന്ന് കാണുമ്പോൾ ഒന്ന്, അങ്ങനെ ഒരു എല്ലാ ബ്രാൻഡ് ഐറ്റംസും അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ തൊട്ടടുത്തുള്ള അപ്പൂസിൽ പോയി. വലിയ ടേസ്റ്റ് നോക്കാൻ തരുമോ? അടിപൊളി. കൊറേ നാളായി ഇതെല്ലാം തുറന്നിട്ട്. അങ്ങനെ ഞാനും പൊന്നും ഓരോ ഫലൂദാസ് ഒക്കെ പറഞ്ഞു കേട്ടോ. ഓരോന്നേ പറയാറില്ല. ഇപ്പം അർജുൻ പൊന്നും അങ്ങനെ ഷെയർ ചെയ്യും, ഞാൻ അഗേട്ടനും അങ്ങനെ ഷെയർ ചെയ്യും. ഇപ്പം അതൊക്കെ കുറവാണ്, പണ്ടത്തെ പോലെയല്ല. അങ്ങനെ നമ്മൾ തിരിച്ചു പോകും കേട്ടോ. കണ്ണൂരിൽ നിന്ന് വേറെ എങ്ങോട്ടും പോയിട്ടുണ്ടായിരുന്നില്ല. നമ്മളെല്ലാവരും മുന്നിലിങ്ങനെ ഇരുന്ന്, ബാക്കിൽ സൈക്കിൾ വെക്കേണ്ടതുകൊണ്ട് ഞാനും പൊന്നും മുന്നോട്ടേക്ക് വന്ന് എല്ലാവരും ഇരുന്ന്. കൺജസ്റ്റഡ് ഒന്നുമല്ല, ഏകദേശം 2 മണിക്കൂറിൻ്റെ യാത്രയല്ല നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഈസി ആയിട്ടിരിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഒരു വിശേഷം ഇതായിരുന്നു. വിചാരിക്കാണ്ട് പെട്ടെന്ന് കണ്ണൂർ വരെ എത്തി. നല്ലൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം ആസ്വദിച്ച് എല്ലാവരോടും ജോളിയായിട്ട് നമുക്കൊരു നല്ലൊരു ട്രിപ്പ് പോകാൻ പറ്റി. കുറേ ഹാപ്പിനെസ് ഉണ്ട്. ഇതെല്ലാം പെട്ടെന്ന് വിചാരിക്കാണ്ട് നടക്കുന്നതുകൊണ്ട് ഭയങ്കര ഹാപ്പിനെസ്സാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഒരു അടിപൊളി വ്ളോഗായിരുന്നു, വിചാരിക്കാണ്ട് എടുക്കാൻ പറ്റിയൊരു വ്ളോഗായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ഇറ്റ്സ് ടിൽ ദാൻ ബൈ ഫ്രം ആതിര അഖിൽ. ബൈ ബൈ.